കുറേ നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട്, ഫുൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതല്ല, അതിനൊരു സാഹചര്യം ഒത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ പറയാൻ പോകുന്ന കാര്യം ഒരു കോൾ ടാക്സി ഡ്രൈവറുടെയാണ്. അത് ഇന്നും കൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു തീർക്കുന്നില്ല. അദ്ദേഹം വളരെ വിഷമത്തോടെ, അദ്ദേഹം വളരെ ദൂരദേശത്തുനിന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എറണാകുളത്ത് വന്ന്, കേരളത്തിൽ തന്നെ ഉള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വീട് കോഴിക്കോടാണ്. അദ്ദേഹം നാടും വീടും ഭാര്യയും കുട്ടികളെയൊക്കെ നാട്ടിലാക്കിയിട്ട് അദ്ദേഹം ഇവിടെ വന്ന് ഒരു ടാക്സി ഡ്രൈവറായിട്ട്, കോൾ ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണ്. അജയൻ എന്നാണ് ഒറിജിനൽ പേരല്ല, ഞാനിട്ട പേരാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ എൻ്റെ വണ്ടി സർവീസിന് കൊടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ 3 ദിവസമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ടാക്സിയിലാണ് പോകുന്നത്. അപ്പോൾ അദ്ദേഹം, നമുക്ക് വണ്ടിയുണ്ട്, ഡ്രൈവർ ഇല്ലെങ്കിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞ് ഇദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹം നമുക്ക് ഡ്രൈവറെ തരും. ഇദ്ദേഹത്തിന് ഒഴിവുണ്ടെങ്കിൽ ഇദ്ദേഹം വരും, ഇല്ലെങ്കിൽ വേറെ ഡ്രൈവേഴ്സിനെ തരും. അപ്പോൾ കമ്മീഷൻ അടിസ്ഥാനത്തിലൊക്കെയാണ് അവർ. അപ്പോൾ ഈ 3 ദിവസമായിട്ട് അദ്ദേഹം എന്നെ മൂന്നാർ കൊണ്ടുപോയി തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ കോളൊക്കെ വരുമ്പോൾ അദ്ദേഹം വളരെ ഒരു ഗസ്റ്റ് വണ്ടിയിലുണ്ട് എന്നുള്ളത് പോലും മറന്നു പോയിട്ട് പല രീതിയിലുള്ള ആൾക്കാർ ഇദ്ദേഹത്തെ വിളിക്കുകയും ഇദ്ദേഹം അങ്ങോട്ട് ഫയർ ചെയ്യുക, അല്ലെങ്കിൽ തിരിച്ച് അദ്ദേഹത്തിന്, അപ്പോൾ ഈ വണ്ടി ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഫോൺ എടുക്കാൻ പറ്റുന്നത് ബ്ലൂടൂത്ത് വഴിയാണ്. അപ്പോൾ ഈ ബ്ലൂടൂത്ത് നമുക്ക് അങ്ങോട്ട് പറയുന്നതല്ല, ഇങ്ങോട്ട് വരുന്ന കോൾ നമുക്ക് കേൾക്കാൻ പറ്റും, ആൾക്കാർ സംസാരിക്കണം. അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായി. അപ്പം ഞാനിങ്ങനെ കുറച്ച് ഇതിൽ തന്നെ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഇഷ്ടമില്ല, നിങ്ങൾക്ക് കോൾ വരുമ്പോൾ ഞാൻ വണ്ടിയിലുണ്ടെങ്കിൽ നിങ്ങൾ കോൾ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് അതിനോട് താല്പര്യമില്ല, എനിക്ക് ഡിസ്റ്റർബ് ആവുന്നു എന്നാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഇന്നാണ് അദ്ദേഹം എന്നോട്, അപ്പം ഇന്നലെ എന്നോട് സംസാരിച്ച്, വലിയ സംസാരമൊന്നും ഇല്ലെങ്കിലും അദ്ദേഹം ഇന്നലെ എന്നോട് സംസാരിക്കുകയും അദ്ദേഹം എനിക്കൊരു ചാനലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ വിഷമത്തോടെ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, അദ്ദേഹം ചേച്ചിയുടെ ചാനൽ വഴി പറയുമോ? എനിക്ക് വേണ്ടിയല്ല, എന്നെപ്പോലെ നാടും വീടും വിട്ട് നിൽക്കുന്ന ഒരുപാട് ഡ്രൈവേഴ്സ് ഈ എറണാകുളം പട്ടണത്തിൽ ജീവിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി, അവരുടെ അറിവിലേക്കായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലൊരു വീണ്ടും വിചാരം ഉണ്ടാവാൻ ചേച്ചി പറയുമോ എന്ന് ചോദിച്ചു. പറയാം, അതിനെന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം ഇന്ന് ആ കഥ എന്നോട് പറയായിരുന്നു. അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടോർച്ചറിങ്ങിൻ്റെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അടക്കം, അദ്ദേഹത്തിനെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിലടക്കം സ്ത്രീകൾ അദ്ദേഹത്തിനെ ദുരുപയോഗം ചെയ്ത് വീട്ടിലറിയിക്കും എന്ന് പറഞ്ഞ ആ വലിയ കാര്യം. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ഒറ്റയടിക്ക് പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഒരുപാട് കഥകളെല്ലാം കാര്യങ്ങളാണ്, കേൾക്കുമ്പോൾ നമുക്ക് കഥകൾ പോലെ തോന്നും. കാരണം അങ്ങനെയാണല്ലോ, നമ്മുടേതല്ലാത്ത, നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത മറ്റുള്ള ഒരു മനുഷ്യൻ്റെ കാര്യം വരുമ്പോൾ അത് കഥകളാണ്, നമ്മൾ അനുഭവിക്കുന്ന മാത്രമാണ് നമ്മുടെ അനുഭവങ്ങളല്ലേ. അപ്പോൾ ഞാൻ അജയൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നാളെ തൊട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെക്കുകയാണ്. കാണണം, കേൾക്കണം. ബൈ.